ഹലോ, നമസ്കാരം. എൻ്റെ ബേസിലാണ് ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന ആളാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1000 നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ 1000 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താക്കി തരിക. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ കരോളൊക്കെ കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ജൂൺ മാസം ആവാറായി, മെയ് മാസം കഴിയാറായി. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മുടെ ചെറിയൊരു മിമിക്രി ആയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കരോള് ഒക്കെ പാടുമ്പോൾ ഉള്ളൊരു പാട്ടാണ് ശ്രീ യേശു ഭുജാതന ഭുജാതന പശുക്കൂട്ടില പശുക്കൂട്ടില, ആ പാട്ട്. അപ്പോൾ ആ പാട്ട് ചില താരങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതും പപ്പാജിനും കരോളിനും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ലിസ്റ്റിലെ താരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കെ പി ഉമ്മർ, മന്ത്രിച്ച കെ പി ഉമ്മർ, അതേപോലെ പിണറായി വിജയൻ സാറ്, അതേപോലെ തമിഴ്നാട്ടിലെ മന്ത്രി നമ്മുടെ വെള്ളപ്പാടി നടേശൻ സാറ്, ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ തരംഗമായിരിക്കുന്ന ആറാട്ടണ്ണനും ഉണ്ട്. അപ്പോൾ ഇവർ 4 പേരും ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. എന്നാൽ കരോളിനെയും പപ്പാജിനെയും ഈ പാട്ടിനെയും ഒക്കെ കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പിണറായി വിജയൻ സാറ് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. കരോളുണ്ട്. ഓക്കെ, ആരംഭിക്കാം. റെഡി, 1 2 സ്റ്റാർട്ട്. എന്താണ് നിങ്ങൾ പറയുന്നത്? കരോളോ? എന്ത് കരോള്? ഇപ്പം കരോള് പാട്ടെങ്കിൽ ഞാൻ പാടാം, അതിൽ വലിയ തർക്കം ഇല്ല. ഇങ്ങനെ പഠനം ശ്രീയേശു പൂജാതനായി, ശ്രീയേശു പൂജാതനായി, ശ്രീ പശുക്കൂട്ടില് പൂജാതനായി. അതിപ്പോൾ വലിയ സംഭവമില്ല. ഭൂജാതനായ ഏത് കൃത്തും നമ്മുടെ സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സർക്കാർ പറയുമ്പോൾ പൂജാതനായ യേശു പുൽക്കൂട്ടിൽ പോകണം. അതങ്ങനെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ കരോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരോള് അങ്ങനൊരു സംഭവമാണ്. അതിപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല, ലോകത്ത് എവിടെയും കരോളുണ്ട്. അതിപ്പോൾ ക്രിസ്മസ് മാസത്തിൽ മാത്രമല്ല, എവിടെയും കരോള് ഒരു സംഭവമാണ്. കിടക്കപ്പുറത്ത്. ഓക്കെ, അടുത്തായിട്ട് കെ പി ഉമ്മർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരംഭിക്കാം. ശ്രീയേശു ഭൂജാതനായി, ശ്രീയേശു ഭൂജാതനായി, പുൽക്കൂട്ടിൽ ശ്രീയേശു ഭൂജാതനായി. ശ്രീയേശു എവിടെ ഭൂജാതനായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ഭൂജാതനായ കരോളിൻ്റെ അന്ന് പപ്പാജിനെ എനിക്ക് കിട്ടണം. എനിക്ക് ബലാത്സംഗം ചെയ്യാൻ പപ്പാജിനെ കിട്ടിയേ പറ്റൂ. എടാ പപ്പാജി, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. നിന്നെ എനിക്ക് ബലാത്സംഗം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ തനി കോണം നീ അറിയും. ഞാനൊരു വികാരജീവിയാണ്. ഓക്കെ, അപ്പുറത്തെ ആള് വെള്ളപ്പാടി സാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നോക്കാം. അതായത് കരോൾ എന്ന് പറയുന്ന ഒരു ക്രിസ്മസിൻ്റെ ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ക്രിസ്മസിന് ഇപ്പോൾ എന്തൊക്കെ പുൽക്കൂടുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഒപ്പം പപ്പാജിയും ഉണ്ട്. അതുപോലെ അതല്ല ഇപ്പം എന്ത് വരുമ്പോൾ ഞാനൊരു പാട്ട് വേണമെങ്കിൽ പാടിത്തരാം. ശ്രീയേശു പൂജാതര വശൂരില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ പാടിയിട്ടത് വലിയ കാര്യമില്ല. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ കരോൾ ഇങ്ങനത്തെ, കേരളത്തിലാണ് ഇപ്പോൾ കരോളും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് കരോൾ പാടാൻ ശ്രമിക്കുക. അല്ലാതെ മഞ്ഞല്ലാണ്ട് ഓറഞ്ചോ പറ്റിയിട്ട പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ട് കരോളോടും. മഞ്ഞ എല്ലാവരും മഞ്ഞ നക്ഷത്രം, മഞ്ഞ പപ്പാജി, മഞ്ഞ കേക്ക്, മഞ്ഞ വൈൻ, മഞ്ഞ ബീഫ്, മഞ്ഞ ഡ്രസ്സ്, അങ്ങനെ എല്ലാവരും ഒരു മഞ്ഞമയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ തമിഴ്നാട്ടിൽ ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ 2024
2025 ക്രിസ്മസിന് നമ്മുടെ പപ്പാജീനെ മഞ്ഞ കൊടുത്ത് കരോൾ സംഘത്തെ എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ഞാനൊരു കരോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പാകെടുക്കുക എടുത്ത് വരണം. എല്ലാവരും മഞ്ഞ വെജ. ഓക്കെ, ഇനി അവസാനമായിട്ട് ആറാട്ടണ്ണൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. പപ്പാജി സൂപ്പറാണ്, പപ്പാജി കിടുക്കനാണ്, പപ്പാജി സൂപ്പറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പപ്പാജി സൂപ്പറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഫ്ലാറ്റിൽ താമസിക്കാൻ നേരത്ത് ഒരു രാത്രി കരോൾ വന്ന പാടം വന്ന പപ്പാജി എൻ്റെ മുകളിലെ തട്ടിലിരുന്ന് വാണമടിച്ചു. അതിനെ ക്ഷമിക്കില്ല. പപ്പാജിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പപ്പാജിൻ്റെ പേരിൽ, ക്രിസ്മസ് പപ്പാജിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ദൈവത്തോട് എനിക്ക് ക്രഷുണ്ട്. ദൈവത്തോട്, ക്രിസ്തുവിനോട് എനിക്ക് ക്രഷുണ്ട്. ശ്രീ യേശു ക്രിസ്തുവായ ദൈവത്തോട് എനിക്ക് ക്രഷുണ്ട്. പക്ഷേ ദൈവം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞു. എനിക്ക് ക്രിസ്തുവിനോട് ക്രഷുണ്ട്. ക്രിസ്മസ് സൂപ്പറാണ്, കരോള് സൂപ്പറാണ്. ക്രിസ്മസ് കരോള് സൂപ്പറാണ്, കിടുക്കനാണ്, തിമക്കനാണ്. കരോള് സൂപ്പറാണ്. കരോളിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പപ്പാജി വന്ന് തുള്ളി കഴിഞ്ഞിട്ടുള്ള കേക്കും വീഞ്ഞും സെക്കൻഡ് ഹാഫ് എൻഡ് ആയപ്പോൾ ഒരു ലാളിത്തൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് സൂപ്പറാണ്, കിടുക്കനാണ്, തിമക്കനാണ്. അല്ല, എൻ്റെ റോൾ ഒഴിച്ച ബാക്കി എല്ലാം സൂപ്പറാണ്. താങ്ക് യു. അപ്പോൾ എൻ്റെ 4 താരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇപ്പം 400 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ശരിയാക്കി തരിക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബേസ് ചെയ്തേക്കര. താങ്ക് യു.